1 കപ്പ് മല്ലിയില, 3/4 കപ്പ് പുതിനയില, 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, 9 വെളുത്തുള്ളി, 3 പച്ചമുളക്, 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് അടിച്ചെടുക്കാം. 1 ടേബിൾ സ്പൂൺ നല്ല മുളക് പൊടി, 1 ടീസ്പൂൺ കൊറിയാണ്ടർ പൗഡർ, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണിൻ്റെ പകുതി ഷാജീരകം, 1 ടീസ്പൂൺ ക്യുമിൻ പൗഡർ, 1 സെൻറ്റിമീറ്റർ പട്ട, 3 ഏലക്ക, 3 ഗ്രാമ്പൂ. ഇതിലേക്ക് നമുക്ക് 2 ഒണിയനും 1 തക്കാളി അരിഞ്ഞതിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല, ഉപ്പ് ആവശ്യത്തിന്. ഇന്ത്യ ഗേറ്റിൻ്റെ ടിബർ ബസ്മതി റൈസ് ആദ്യം 3 പ്രാവശ്യം സാധാരണ വെള്ളത്തിൽ കഴുകി, പിന്നെ 1 പ്രാവശ്യം നല്ല വെള്ളത്തിൽ കഴുകി, ഇപ്പം നല്ല വെള്ളത്തിൽ 3/4 മണിക്കൂർ ഇട്ട് വെച്ചേക്കുന്നു. 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് ഒഴിച്ച് കൊടുത്തു. ഇതിലേക്ക് മസാല എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി, ഇതിലേക്ക് മല്ലിയില, പുതിനയില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, 1 കപ്പ് വെള്ളവും കൂടെ അരച്ചത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. 1 കിലോ ചിക്കൻ നന്നായിട്ട് കഴുകിയത് ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിലേക്ക് കഴുകി വെച്ചേക്കുന്ന അരി നമുക്ക് ഇട്ട് കൊടുത്ത് ഇളക്കി 5 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച് നമുക്ക് എല്ലാം കൂടെ ഇളക്കി അടച്ച് വെച്ച് വേവിക്കാം. വിസിൽ വന്ന് കഴിയുമ്പം കുറച്ച് വെച്ച് 6 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് നിർത്താം. എന്നിട്ടത് വാങ്ങി താഴെ വെക്കാം. 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ നല്ല മുളക് പൊടി, 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1 ടേബിൾ സ്പൂൺ ഇടിയപ്പപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1.5 ടീസ്പൂൺ വിനെഗർ, 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 മുട്ട, 1 ടേബിൾ സ്പൂൺ എണ്ണ, 2 തണ്ട് കറിവേപ്പില, 1.5 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതിലേക്ക് നമുക്ക് 1 കിലോ ചിക്കൻ കഴുകി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് 3/4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അടുപ്പിൽ എണ്ണ ചൂടാക്കാം. എണ്ണ പാകമാകുമ്പോൾ ഓരോന്നോരോന്ന് സ്പൂൺ കൊണ്ട് ഇട്ടിട്ട് കൊടുക്കാം. നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. എണ്ണയുള്ള വശത്തേക്ക് നമുക്ക് നീക്കി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ 1/2 സവാള, 1 ചെറിയ നാരങ്ങ, ഇച്ചിരി ഉപ്പ് റെഡി വെക്കാം. സലാഡിന് വേണ്ടി 1 കപ്പ് തൈര്, 1.5 സവാള, ആവശ്യത്തിന് ഉപ്പ് മിക്സ് ചെയ്യാം. നമ്മുടെ ദൊന്നെ കുക്കർ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ സാലഡ്, പപ്പടം, പിക്കിള്, പുഴുങ്ങിയ മുട്ട, നമ്മുടെ ചിക്കൻ വറുത്തത്, സവാളയും നാരങ്ങയും ചേർത്ത് സെർവ്.